ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത്, പിന്നെ പേസ്റ്റ് ഉള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. നമ്മുടെയൊക്കെ ഏതാണോ ഉള്ളത് അത് ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ചിക്കനിലേക്കെല്ലാം നല്ലപോലെ മസാല പിടിക്കും. അപ്പം നമുക്ക് എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം നമുക്ക് അതിലേക്കുള്ള ടേസ്റ്റും കൂടും. ഇപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്, ഒരു 15 മിനിറ്റേ വെക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു പാന് ചൂടാൻ വെച്ചു. അതിലോട്ട് കുറച്ച് ബട്ടറും കുറച്ച് എണ്ണയും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ബട്ടർ മാത്രമല്ല, കുറച്ച് ബട്ടറും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് അതൊന്ന് ബട്ടർ മെൽട്ടായി എടുക്കാം കേട്ടോ. ഇനി ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. നന്നായി അത് പൊരിച്ചെടുക്കണം. അപ്പം ബട്ടറാണ് നമുക്കിതിൻ്റെ മെയിൻ. ബട്ടറിൽ പൊരിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്യും, നമുക്ക് ചിക്കൻ കടിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊരു സൈഡ് ഫ്രൈ ചെയ്തുകൊണ്ട് വരട്ടെ, നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഞാൻ ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് ബട്ടർ മെൽറ്റ് ചെയ്യുന്നവരെ കാത്തുനിന്ന് അതിലേക്ക് ചെറുങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയിട്ട്, പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഒന്ന് ചൂടായി അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് മുളക് പൊടിയും ഉപ്പും, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, നമുക്ക് ചിക്കനിലും കൂടെ ഉപ്പിട്ടിരുന്നല്ലോ, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരച്ചെടുത്ത് നമ്മൾ നേരത്തെ ഇത് തയ്യാറാക്കിയ സെയിം ചീഞ്ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് കുറച്ച് കട്ടിയുണ്ടല്ലോ, അപ്പം നമുക്കൊന്ന് ചെറിയൊരു ലൂസ്, നല്ലോണമല്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, നല്ലോണം ആയിക്കൂടെ. അപ്പം നമ്മുടെ ആ ഒരു ഇത് പോവും. നമുക്ക് ഇങ്ങനെ ചെറുതുപോലെ ഇപ്പോൾ കാണുന്ന പോലെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാ കുറച്ച് ഇതേപോലെ വെള്ളം ഒഴിച്ച് നമ്മുടെ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനില്ലേ അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ നമുക്ക് ഓരോന്നായി ഇതിലിട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീം ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം ചേർക്കണ്ട കേട്ടോ, ചിക്കൻ ഇടുന്നതിന് മുമ്പ് ചേർക്കണ്ട. ചിക്കനെല്ലാം ഇട്ട് അതൊന്ന് മിക്സ് ആയതിനു ശേഷം ഒന്ന് ചൂടിൽ ഒന്നിച്ചായതിനു ശേഷം ഫ്രഷ് ക്രീം ഇട്ട് അതും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കസൂരി മേത്തിയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ക്യാഷ്യൂ ഇട്ടില്ല കേട്ടോ, എൻ്റെ കയ്യിൽ അതില്ല. നമുക്ക് ക്യാഷ്യൂ ഇല്ലാന്നൊന്നും വെച്ച് നമ്മളെ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഫൈനലിതാ നല്ലപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത് ഇങ്ങനത്തെ ചട്ടിയിലാക്കിയോണ്ടല്ലേ നല്ലപോലെ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഞാനിവിടെ ചപ്പാത്തിക്ക് തിന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയാം കേട്ടോ, ചെയ്തിട്ട് നോക്കിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.